മോർണിംഗ് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് സംഗീത ലോകത്ത് സ്വന്തം ശബ്ദത്തിന്റെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയനായ യുവഗായകൻ കാർത്തിക് കൃഷ്ണ ജയറാമാണ്. കർണാടക സംഗീതത്തിൽ കലൈമാമണി പി ഉണ്ണികൃഷ്ണന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പണ്ഡിറ്റ് രമേശ് നാരായണന്റെയും ശിക്ഷണത്തിലൂടെ സംഗീതത്തിന് ശക്തമായ അടിത്തറ പാകിയ കാർത്തിക് മലയാളം ഉൾപ്പെടെ 10-ലധികം ഭാഷകളിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ബഹുഭാഷ പ്ലേബാക്ക് സിംഗറാണ്. 2023 ടി സീരീസ് സിംഗിംഗ് സൂപ്പർ സ്റ്റാർ വിജയ്, 2025 ദേശീയതല സ്വർണിം ധരോഹർ ലതാ പുരസ്കാർ ജേതാവ്, കൂടാതെ ബോളിവുഡിലെ പ്രമുഖ സംഗീത സംവിധായകൻ ഉത്തം സിംഗിനൊപ്പമുള്ള പുതിയ ആൽബത്തിന്റെ ഭാഗവുമാണ് ഇദ്ദേഹം. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി അംഗീകാരങ്ങൾ നേടിയ കാർത്തിക് കൃഷ്ണ ജയറാമിന് ഇന്ന് വാർത്താപ്രഭാതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതെല്ലാം ശ്രീ കാർത്തിക്, വളരെ സന്തോഷം താങ്കളെ ഈ സമയത്ത് ഈ അതിരാവിലെ കണ്ടതിലും താങ്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ, ഈ പ്രേക്ഷകർക്കൊപ്പം ചെലവഴിക്കാൻ സാഹചര്യമുള്ള സന്തോഷം ഞാൻ ആദ്യമേ പറയുകയാണ്. ഏതായാലും ആദ്യം ഒരു കാര്യം, ഇന്ന് രാവിലെയാണ്, ഇതിപ്പോൾ 7 മണി ആയപ്പോഴേ നമ്മുടെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതായാലും ഇന്നത്തെ ദിവസം താങ്കൾക്ക് രാവിലെയുള്ള സാധകം എങ്ങാനും മുടങ്ങിപ്പോയോ? സാധകം അധികം നടന്നിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. എണീറ്റ് ജസ്റ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ജയഹിന്ദിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശരി, ഏതായാലും ഇപ്പോൾ ആദ്യം ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുവാണ്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, താങ്കൾ പാടിയതിൽ ഒരു പാട്ട് പാടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? പാടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, പാടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇത് റിലീസായ സമയം മുതൽ ഒരു 100 കണക്കിന് സ്റ്റേജസിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് വിദ്യാസാഗർജിയുടെ കാറ്റിൻ മൊഴി എന്ന പാട്ട്. അത് തന്നെ കുറച്ച് പാടാം. എന്ത് മനോഹരമായ പാട്ടല്ലേ. ഏതായാലും ഇനി വീണ്ടും ഒരിക്കൽ കൂടി പാട്ട് പാടാൻ ഞാൻ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും പാടും. ഏതായാലും ഒരു കാര്യം, താങ്കളെ പറ്റി, താങ്കളുടെ ശരിക്കുമുള്ള വിദ്യാഭ്യാസം ഒരിക്കലും സംഗീതം ആയിരുന്നില്ലല്ലോ ആദ്യ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വഴി എഞ്ചിനീയർ ആയിരുന്നു, അതും US-ലായിരുന്നു. അവിടെ നിന്നും സംഗീതത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? അത് എൻ്റെ വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് എൻജിനീയറിങ് കയറിയത് NIT കാലിക്കട്ടാണ്, കോഴിക്കോട്. അവിടെ 4 വർഷം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചു. പിന്നെ 2 വർഷം ജോലി കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോകുമായിരുന്നു. അവിടെ മാസ്റ്റേഴ്സാണ് ചെയ്തത്, അതും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ തന്നെയായിരുന്നു, കോർണൽ യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ അവിടെ ഒരു 7 വർഷത്തോളം, ഓവറോൾ 7 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷമാണ് ഫൈനലി തീരുമാനിക്കുന്നത്, ഓക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്ന് സംഗീതത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന്. കുറേ നാളായിട്ടത് മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവിടെ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. ഒരു ഓഗസ്റ്റ് അവസാനമായപ്പോഴത്തേക്കും ഇന്ത്യയിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് ആദ്യമൊക്കെ ഒരു ഷോക്ക് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലാണ് വളർന്നതെങ്കിലും ഒരു 7 വർഷം വേറൊരു വിദേശ രാജ്യത്ത് താമസിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കരിയർ, ഓഫ് കോഴ്സ് അതിൻ്റേതായ സ്ട്രഗിൾസ് ഉണ്ട്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിയറാണ്. നെറ്റ്വർക്കിംഗ് ഒരുപാട് അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ആൾക്കാരെ സമീപിക്കും, എല്ലാവരോടും എന്താ പറയേണ്ടത്, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറാൻ ശ്രമിക്കും. പിന്നെ നല്ല പുതിയ കോൺടാക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ വന്ന ഉടനെ തന്നെ കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. സ്റ്റേജിലൊക്കെ പാടാനായിട്ട് കുറച്ച് നല്ല പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെയൊക്കെ കൂടെ, ശ്രീനിവാസ് സാറിൻ്റെ കൂടെയൊക്കെ പാടാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി, പുഷ്പവതി ചേച്ചി, എല്ലാവരുടെയും കൂടെ കുറേ സ്റ്റേജ് ഷോസൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്നത്. ഏതായാലും ഈ വന്ന സമയം തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സംഗീത ലോകം ഏതായാലും 2025 ദേശീയതല സ്വർണിം ധരോഹർ ലതാ പുരസ്കാർ താങ്കൾ നേടിയിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മലയാളി, അതിൽ നിന്ന് ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, അത് എന്താ പറയണ്ടത്, അതിന് ഒരു ഫുൾ ബുക്ക് തന്നെ എഴുതേണ്ടി വരും, അത്രയും നല്ല ഒരു അനുഭവമായിരുന്നു അത്. സ്വർണിം ധരോഹർ ലതാ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അവർ ദേശീയ തലത്തിൽ തന്നെ, ഈവൻ അന്താരാഷ്ട്ര തലത്തിലും ഒരുപാട് നല്ല നല്ല ഗായകരെ വാർത്തെടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. ലതാജിയുടെ മെമ്മറിയിൽ അവർ ഈ ഫൗണ്ടേഷൻ 5 വർഷം മുമ്പ് തുടങ്ങിയതാണ്.
അപ്പോൾ അവരുടെ ആദ്യമായിട്ട് ദേശീയ തലത്തിലൊരു ലതാ മങ്കേഷ്കർ സിംഗിങ് കോമ്പറ്റീഷൻ റായ്പൂരിൽ, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് സംഘടിപ്പിച്ചതിലാണ് ഞാൻ പങ്കെടുത്തത്. 6 റൗണ്ട് ടോട്ടൽ ഉണ്ടായിരുന്നു. 2 റൗണ്ട് ഓൺലൈൻ ഓഡിഷനായിരുന്നു. പിന്നെ സെമി ഫൈനലും ഫൈനലും നടന്നത് റായ്പൂരിൽ വെച്ചാണ് ഡിസംബറിൽ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ജഡ്ജസായിട്ട് വന്നതും ഭൂപീന്ദർ സിംഗ്, ഗസൽ സമ്രാട്ട് ഭൂപീന്ദർ സിംഗിൻ്റെ വൈഫായ മിതാലി സിംഗ് ജി, അവരും നല്ലൊരു പ്ലേബാക്ക് സിംഗറാണ്. നമ്മുടെ യമുനയാട്ടിലെ തളപത്തിലുള്ള അതൊക്കെ പാടിയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഉത്തം സിംഗ് സാറും ജഡ്ജായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേം പൂജാരിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ വെച്ച് സെമി ഫൈനൽ പിന്നെ ഫൈനൽ 2 റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ സെമി ഫൈനലിൽ സെലക്ട് ആയ 40 പേരിൽ ആകെ കൂടെ ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ ഞാനായിരുന്നു. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ അവരൊരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. എസ്പെഷ്യലി ഒരു പാട്ട് പാടുക എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ടെക്നിക്കൽ സൈഡ് മാത്രം നോക്കാതെ പാട്ട് പാടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും, ആ വേർഡ്സ് നമ്മൾ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കണമെന്നും കൂടിയൊക്കെ അമർ ഹൽദിപൂർ എന്ന വലിയൊരു സംഗീത സംവിധായകൻ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ശരി, ഏതായാലും ഒരു കാര്യം കൂടെ, ഏതായാലും ഈ പറയുന്ന പോലെ മറ്റൊരു പ്രൊഫഷനിലായിരുന്നു, തിരക്കിട്ടൊരു ജീവിതം, ഇന്ത്യയിലേ ഇല്ലാത്തൊരു വ്യക്തി. പക്ഷെ താങ്കൾ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഒരുപോലെ അഭ്യസിച്ചു എന്നുള്ളതാണ്. എങ്ങനെ സാധിച്ചു? അത് നമ്മുടെ എനിക്കൊന്നു പാഷൻ ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഞാൻ ഇന്ത്യയിൽ തന്നെയാണല്ലോ വളർന്നത്, അപ്പോൾ ഇവിടെ തന്നെയാണ് വളർന്നത്. അപ്പോൾ ഞാൻ കർണാടക ഹിന്ദുസ്ഥാനിയും ഇവിടെ തന്നെ ബേസിക്സ് പഠിച്ചിരുന്നു എൻ്റെ സ്കൂൾ സമയത്തൊക്കെ. പിന്നെ അത് പാട്ട് അത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈവൻ US-ലും എനിക്ക് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും റെഗുലറായിട്ട് എപ്പോഴും ഷോസൊക്കെ നടത്തുമായിരുന്നു. കുറേ തമിഴ് ഷോസാണ് അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടാണ് പിന്നെയും കുറേയൊക്കെ മലയാളം ഷോസൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കൊന്നു അത് തന്നെയാണ് ആൻസർ. പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാവും. ഞാൻ പ്രാക്ടീസ് ഒരിക്കലും അങ്ങനെ വിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും അവിടെ ഇപ്പോൾ അമേരിക്കയിലും ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു 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 ചെറിയൊരു പാട്ടുകൂടെ പ്ലീസ്. തീർച്ചയായിട്ടും ഞാൻ ദാസേട്ടൻ പാടിയ ഒരു പാട്ട് പാടാം മലയാളത്തിൽ തന്നെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാൻ ഹസാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാൻ ഹസാനുവിൽ വിലോലമേഘമായി സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണൂതും ചൈത്രവേണൂതും മധുമന്ത്രകോകിലങ്ങളും മേളമേകുമിന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാൻ ഹസാനുവിൽ വിലോലമേഘമായി ശരി, ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ലൈവായി പ്രോഗ്രാം ചെയ്യുന്നതാണോ അത് പ്ലേബാക്ക് സിംഗിങ് ആണോ? ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആകുന്ന ഏതാണ്? അതെന്താ കാരണം? കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലൈവായിട്ട് പാടുന്നത് തന്നെയാണ്. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് അതിൽ തന്നെയാണ്. കാരണം
ചെറുതിലോട്ടേ ഒരുപാട് ലൈവ് ഷോസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ലൈവ് കുറേ ചെയ്യുന്നുണ്ട്. റെക്കോർഡിങ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പുതിയൊരു പാട്ടെടുത്ത് പാടുക അല്ലെങ്കിൽ ഈവൻ കവർ സോങ്സ് ചെയ്യുക എന്ന് വെച്ചാലും ഒരുപാട് അതിൽ സ്റ്റുഡിയോ മൈക്ക് എപ്പോഴും കുറച്ചുകൂടി അൺഫോർഗിവിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ വോയിസിനെ ഒരു സ്പോട്ടിൽ സ്റ്റുഡിയോ മൈക്ക് നിർത്തും. അപ്പോൾ നമ്മുടെ വോയിസിന് എന്തൊക്കെ പരിമിതികളുണ്ടെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവും, നല്ല കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കി പാടുക എന്നുള്ളതാണ് സ്റ്റുഡിയോയിലുള്ള ഒരു ചാലഞ്ച്. ഇപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലും കുറേ പാടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ വളരെ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി ഒരു വർഷം കഴിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്റ്റുഡിയോ ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടമെന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തേക്ക് ലൈവാണ് കുറച്ചുകൂടി ഇഷ്ടം. ശരി, ഇത് ഇനി ഗൂഗിൾ നോക്കിയപ്പോൾ ഗൂഗിൾ പറഞ്ഞു 22 ഭാഷകളിലാണ് പാടുന്നതെന്ന് പറഞ്ഞു. ശരിക്കും എത്ര ഭാഷകളിൽ പാടും? അത് ഇനി ഇപ്പം ഞാൻ ഇനി നേരത്തെ പറഞ്ഞു ഒരു പാട്ടിനെ പറഞ്ഞുള്ളൂ, പക്ഷെ ഒന്നുകൂടെ ഈ പറഞ്ഞ ഭാഷകളിൽ നമുക്ക് വേറൊരു ഭാഷയിൽ ഒരു പാട്ട് കൂടെ വേണം എന്ന് ആഗ്രഹമുണ്ട്. ആദ്യം ഈ പറഞ്ഞ കാര്യം എത്ര ഭാഷയിൽ പാടും, അതെങ്ങനെയായിരുന്നു ആ ഒരു വഴി? കാരണം ഈ ഓരോ ഭാഷയിലും എന്ന് പറയുമ്പോൾ വേറെ വേറെ ഉച്ചാരണമാണ്, നമ്മൾ ശീലിക്കാത്ത കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാ പഠിക്കുന്നത്? അതെ അതെ, അപ്പോൾ 22 എന്നുള്ളത് കറക്റ്റാണ്. അതായത് അത്രയും ഭാഷകളിൽ ഒരു പാട്ടെങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ കംഫർട്ടബിളായിട്ട് പാടുക എന്ന് വെച്ചാൽ ഒരു 10-ലധികം ഭാഷകളിൽ കംഫർട്ടബിളായിട്ട് പാടുക. ഇപ്പോൾ നമ്മുടെ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, പിന്നെ മറാഠി, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, പഞ്ചാബി, ഒഡിയ, ഈ ഒരു ഇത്രയും ഭാഷകൾ, പിന്നെ ആസാമീസ്, നേപ്പാളി. അപ്പോൾ ഒരു 12 ഭാഷകളിൽ കംഫർട്ടബിളായിട്ട് പാടും. കുറേ പാട്ടുകൾ ഈ ഭാഷകളിലൊക്കെ തന്നെ അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇതിലോട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കോളേജ് സമയത്താണ് ഞാൻ കൂടുതൽ ഭാഷകളൊക്കെ കേട്ട് തുടങ്ങുന്നതും പിന്നെ പാടി തുടങ്ങുന്നത്. ഈവൻ ഹിന്ദി ഇൻക്ലൂഡിങ് ഒരു 12th സ്റ്റാൻഡേർഡ് കോളേജ് ആ ഒരു സമയത്താണ്, അപ്പോഴൊക്കെയാണ് കേട്ട് തുടങ്ങുന്നത് കുറേ. പിന്നെ വീട്ടിൽ അമ്മയും അച്ഛനും രണ്ടുപേരും, പക്ഷെ അമ്മ എസ്പെഷ്യലി പഴയ ഹിന്ദി, തമിഴ്, മലയാളം എല്ലാ പാട്ടുകളും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു വഴിയിലേക്ക് ഞാൻ പണ്ട് തൊട്ടേ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ പോയപ്പോൾ NIT കാലിക്കറ്റ് ആയതുകൊണ്ട് അവിടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് കുറേ സംസാരിച്ച് ഹിന്ദി ഒരു വർഷത്തിൽ പഠിച്ചെടുത്തു. ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ സംസാരിക്കും. ഞാനൊരു ഹിന്ദി എന്താ പറയണ്ടേ, നേറ്റീവ് ലാംഗ്വേജ് അല്ല എന്ന് ആരും പറയില്ല, അത്രയും ഇപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറാഠി, ബംഗാളി, ഗുജറാത്തി, ഈ ഭാഷകളും ഇപ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാവും, കേട്ടൊക്കെ നന്നായിട്ട് തന്നെ മനസ്സിലാവും. അത് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് അങ്ങനെ പിന്നെ അതിലെ മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ്. പിന്നെ എനിക്കെന്തോ ഒരു നാക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ആ ഒരു പാർട്ട് ഓഫ് മൈ ബ്രെയിൻ കുറച്ചുകൂടി ഫങ്ഷനിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഭാഷയിലെ ന്യൂവാൻസസ് ഒക്കെ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഈ ഭാഷയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് മറാഠിയിൽ നമ്മുടെ ഒരു ഴ എന്നൊരു വേർഡ്, ഒരു ലെറ്റർ ഉണ്ട്, അത് നമ്മുടെ ഴായും ളായും കൂടി ചേർത്ത് വരുന്ന പോലെയാണ് ഞാൻ പഠിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ അതുപോലത്തെ കുറേ ഇത് ചാ ഉണ്ട്, പിന്നെ ചാ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇപ്പം എനിക്ക് കേട്ടാൽ മനസ്സിലാവും ഏത് വേർഡിലാണ് ചാ വരുന്നത്, ഏത് വേർഡിലാണ് ചാ വരുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറേ കേൾവിജ്ഞാനവും കുറേ പ്രാക്ടീസിലൂടെയും നേടിയെടുത്ത അത്. ഈ പറഞ്ഞ പോലെ താങ്കളുടെ എന്തായാലും ഇത് ശരിക്കും അതിനൊരു അഭിനന്ദനം പ്രത്യേകം പറയുന്നു. അതോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ കുടുംബം ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മറ്റൊരു പ്രൊഫഷനിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. അതുപോലെ അവരുടെ പിന്തുണ എത്രത്തോളം? തീർച്ചയായിട്ടും അമ്മ എല്ലാ പാട്ടും വീട്ടിൽ നല്ലപോലെ പാടും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു, അമ്മ പാട്ടുകാരിയാണോ? അപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് പറയോ? ഉറപ്പായിട്ട് അമ്മയും അച്ഛനും എല്ലാവരും വീട്ടിൽ പാട്ടുകാരാണ്. ചേച്ചി ആക്ച്വലി കവിത ജയറാം ഐഡിയ സ്റ്റാർ സിംഗർ വിന്നറായിരുന്നു 2006 ഏറ്റവും ഫസ്റ്റ് സീസണിൽ വിന്നറായിരുന്നു. ചേച്ചിയും സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ അമ്മയും അച്ഛനും കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ അവർ പാട്ടും അതുപോലെ തന്നെ കൂടെ കൊണ്ടുപോയി. അവർ വളരെ പ്രൊഫഷണലായിട്ട് പാടുന്നവരാണ്. അച്ഛൻ ഇപ്പോഴും കച്ചേരിയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ വീട്ടിൽ പാട്ട് എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ വീട്ടിലെ സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എടുത്ത് തന്നെ പറയണം. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർക്ക് പുതിയൊരു കരിയറാണ്. പിന്നെ എന്താ പറയണ്ടത്, മ്യൂസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ കുറേ അതിന് കഷ്ടപ്പാടുകളുണ്ടെന്നുള്ളത് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവർ അതിന് എന്താ പറയണ്ടത്, അതിനെ കുറച്ചൊന്നുമല്ല അവർ കാണുന്നത്, അതിൻ്റെ സ്ട്രെസ്സും ഒക്കെ. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ പാഷനെ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരി, ഏതായാലും ഇതിപ്പോഴേ പഠനം ഉണ്ട്, സംഗീതമുണ്ട്, ഇനി മറ്റെന്തെങ്കിലും കഴിവുകൾ കൂടെ ഉണ്ടോ? അങ്ങനെ വേറെ കഴിവുകൾ ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് ചില ഓർമ്മശക്തി അങ്ങനത്തെ ഇല്ല. ചിത്രകലയൊന്നും അധികമില്ല. ഡാൻസ് കുറച്ച് 2 വർഷം പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അതത്ര എനിക്കങ്ങനെ വഴങ്ങുന്നു പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വേറെ
എന്താ ഓർമ്മശക്തി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓർമ്മശക്തി ഉണ്ട്, പിന്നെ കണക്ക് കൂട്ടാനുള്ള കഴിവൊക്കെ ഉണ്ട്. പെട്ടെന്ന് പെർസെൻറ്റേജസ് ആയാലും ആവറേജ് ആയാലും കൊച്ചിലോട്ടെ ക്രിക്കറ്റൊക്കെ കളിക്കും, അപ്പോൾ എല്ലാവരുടെ ആവറേജ് സ്ട്രൈക്ക് റേറ്റ് എല്ലാം പെട്ടെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സിൽ ഭയങ്കര ഒരു കഴിവുണ്ട്. സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. സ്പോർട്സ് ഇഷ്ടമാണ്. ക്രിക്കറ്റും പിന്നെ ടെന്നീസും കുറേ കാണാറുണ്ട്. ഫുട്ബോളും ഇടയ്ക്ക് ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ വേൾഡ് കപ്പിൽ ആരുടെ ഭാഗത്തായിരുന്നു? എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അർജന്റീന തന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ വേൾഡ് കപ്പ് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും കുറച്ച് അവരുടെ എനിക്ക് കുറച്ചൊരു സപ്പോർട്ട് കുറഞ്ഞു അവരോടുള്ള. എന്നാലും അർജന്റീന തന്നെയായിരുന്നു ഇഷ്ടം. ഏതായാലും ഇതിപ്പോൾ ഈ പറയുന്ന പോലെ ഇനി അതായത് താങ്കൾ ബോളിവുഡിലും എത്തുന്ന ഒരു സാഹചര്യമാണ്. ഉത്തം സിംഗ്, ശ്രേയ ഘോഷാൽ, സോനു നിഗം, ഹരിഹരൻ തുടങ്ങിയുള്ള ഇതിഹാസങ്ങൾക്കൊപ്പമുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് എനിക്ക് അറിയാനുള്ളത് ശ്രേയ ഘോഷാലിനൊപ്പമുള്ള ഒരു ഇല്ല അത് ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ആക്ച്വലി അവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ആൽബം അടുത്ത വർഷം റിലീസ് ചെയ്യാൻ ഇരിക്കുന്നതാണ്. അപ്പോൾ റെക്കോർഡിംഗ് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഉത്തം സിംഗ് സാറിന് ഞാൻ നേരിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്വർണിം ധരോഹർ ലത ഫൗണ്ടേഷൻ്റെ ലത പുരസ്കാർ എനിക്ക് ലഭിച്ച അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള അനുഭവം വളരെ നല്ലതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേറെയും കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു. കാരണം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ദിൽ തോ പാഗൽ ഹൈ അല്ലെങ്കിൽ പ്രേം പൂജാരി ഇതുപോലത്തെ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈവൻ മദൻ മോഹൻ പോലുള്ള സംഗീത സംവിധായകരുടെ പ്രിയ വയലിനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ആർ ഡി ബർമൻ, രാജ സാർ തുടങ്ങിയ ഒരുപാട് പേരുടെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അറേഞ്ചറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കഥകൾ ഒരുപാട് കേൾക്കാൻ സാധിച്ചു. അത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ അതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അതെങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ താങ്കൾക്ക് എങ്ങനെയായിരുന്നു? എത്രത്തോളം ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വരുന്നുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോടൊക്കെ ഞാൻ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് എക്സ്പോഷർ തരുന്ന ഒരു വസ്തുവാണ്. നമുക്ക് എസ്പെഷ്യലി ഈ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് പ്രശസ്തരാവുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡു യുവർ തിങ്, ജസ്റ്റ് കീപ് ഡൂയിങ് യുവർ തിങ് ആൻഡ് ഓൾസോ മേക്ക് ഷുവർ നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തും നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് അതുപോലുള്ള എന്തെങ്കിലും സാധ്യതകൾ വരുന്നുണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ കൈവിടാതിരിക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തും നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ കഴിവുകളെയും അതുപോലെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ശരി. ഏതായാലും 2023 താങ്കൾക്ക് ടി സീരീസ് സിംഗിങ് സൂപ്പർ സ്റ്റാർ കിരീടം നേടിയിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതും വളരെ നല്ല അനുഭവമായിരുന്നു. പക്ഷെ അത് ഓൺലൈനായിട്ടാണ് നടന്നത്. അപ്പോൾ ഞാൻ US തന്നെ ആയിരുന്നു ആ സമയത്ത്. അതിൻ്റെ ജഡ്ജസ് ആയിരുന്നത് സംഗീത സംവിധായകൻ സഞ്ജയ് വിദ്യാർത്ഥി, പിന്നെ പ്ലേബാക്ക് സിംഗേഴ്സായ തുളസി കുമാർ, ജുബിൻ നോട്ടിയാൽ, അവരൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയും വളരെ നല്ല അനുഭവമായിരുന്നു. കുറച്ച് ഗ്രൂമിങ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് തന്നെ. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് നോയിഡ ടി സീരീസിൻ്റെ മെയിൻ സ്റ്റുഡിയോ ഡൽഹിക്ക് അടുത്തുള്ള നോയിഡയിൽ തന്നെ 2 കവർ സോങ്സ് പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. അതും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉടനെ തന്നെ അത് റിലീസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ബോളിവുഡ് സോങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്റ്റുഡിയോയിൽ തന്നെ പാടാൻ സാധിച്ച ഒരുപാട് വലിയ അവിടെയൊക്കെ എത്ര പ്രൊഫഷണലായിട്ടാണ് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. ശരി. ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന ഭാഷ ഏതാണ്? മലയാളം. ഓഫ് കോഴ്സ് മലയാളം തന്നെയാണ്. പിന്നെ ഹിന്ദിയും. എനിക്ക് തോന്നുന്നു മലയാളം, ഹിന്ദി, പിന്നെ തമിഴ്. അപ്പോഴേ ഈ വേറെ ഭാഷയിൽ മലയാളം, ഹിന്ദി, അതിനേക്കാൾ അപ്പുറം നേപ്പാളിയോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം? ഏതെങ്കിലും ഒരെണ്ണം അല്ലേ? ഞാൻ ബംഗാളി ഒരെണ്ണം പാടാം. ബംഗാളി നമുക്ക് ഇപ്പോൾ സലിൽദ, നമ്മുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ സലിൽദ ഒരുപാട് ബംഗാളി പാട്ടുകളും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ബംഗാളിയിൽ തന്നെ ചെയ്ത ഒരു പാട്ട് നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് ഒരു സാമ്യം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട്. അപ്പോൾ അതന്നെ ലതാജി ബംഗാളിയിൽ പാടിയൊരു പാട്ടാണ്. যদি বারণ করো তবে যাব না তোমারই সন্ধানে এখানে ওখানে, তোমারই সন্ধানে এখানে ওখানে, খুঁজব না ডাকব না কাঁদব না সাজব না, যদি বারণ করো তবে যাব না। ও চৈতালি বাতাসে আকাশে যাব না, ভুলে যাব
কুহু 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 গান শোনা আর বিনা কারণে তোমারি বাঁধবো না যদি বারণ করো তবে যাব না. എന്ത് ഈസി ആയിട്ടാ പാടുന്നതല്ലേ. താങ്ക് യു. ഇത് പ്രേക്ഷകരോട് ഒരു ചോദ്യമുണ്ട്, ഇത് ഏത് പാട്ടാണ്? നമ്മുടെ മലയാളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഇത് പ്രേക്ഷകർക്ക് വേണ്ടി വിട്ടു കൊടുത്തേക്കുവാണ്. അതെ അതെ. ശരി, ഏതായാലും ഇതിപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ഈ സംഗീത ലോകത്തേക്കുള്ള ഈ ഒരു യാത്ര, ഇതിൽ ഇനിയുള്ള ഭാവിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഏത് സംഗീത സംവിധായകർക്കൊപ്പം അല്ലെങ്കിൽ ഏത് ഗായകർക്കൊപ്പം ഒക്കെ ചേരാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേരുണ്ട്. എനിക്ക് എം ജയചന്ദ്രൻ സാർ ഭയങ്കര ഈ തലമുറയിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗീത സംവിധായകനാണ്. അതുപോലെ തന്നെ ജേക്സ് ബിജോയ് സാർ, പിന്നെ ചിത്ര ചേച്ചിയുടെ കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ വേറെ ആരാ? ഇത്രയൊക്കെ തന്നെയാണ് മെയിൻ. ശരി, അപ്പോൾ ഈ ചെറുപ്പകാലത്ത് ഒരു ബാല്യകാലത്തേക്ക് പോകുമ്പോൾ ആദ്യം ഈ സംഗീത ലോകത്തേക്ക് ആ പിച്ച വെച്ചത് എന്നായിരുന്നു? അല്ലെങ്കിൽ ആദ്യം എങ്ങനെയായിരുന്നു ആ ഒരു വഴി തുടക്കം? എനിക്ക് എക്സാക്ട്ലി അങ്ങനെ ഓർമ്മയില്ല. ഒരു ഫോട്ടോ കണ്ടായിട്ട് ഓർമ്മയുണ്ട്. 4 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ സ്റ്റേജിൽ പാടുന്നത്. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ തന്നെയാണ് പാടിയത്. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് പിന്നെ കൊച്ചിലോട്ടെ സംഗീതം ജീവിതത്തിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് അത് നാച്ചുറലായിട്ട് അങ്ങനെ വന്നു എന്ന് തന്നെ പറയാം. ശരി, അപ്പോൾ ഇനി വരുന്ന അതായത് ഈ പറയുന്ന പോലെ മറ്റു പ്രൊഫഷനിലൊക്കെ ആയി ബിസിയായി സംഗീതം കൂടെ ഉണ്ടെങ്കിലും അത് ചേർത്ത് പിടിക്കാൻ പറ്റാതെ പോകുന്ന കുറേ യുവാക്കളുണ്ട്. അവരോടൊക്കെ എങ്ങനെ പറയും, എന്ത് പറയും? എന്ത് പറയാം, സംഗീതത്തിന് വേണ്ടി സമയം കണ്ടെത്തുക. അതിന് ഇപ്പോൾ എക്സ്ക്യൂസസ് നമുക്ക് ഒരുപാടുണ്ടാവും. പക്ഷെ എന്നാലും പാഷനോട് കൂടി തന്നെ ഇത്രയും നല്ലൊരു ദൈവദത്തമായ ഒരു കഴിവ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ സംഗീതത്തിന് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഞാനൊക്കെ ഒരുപാട് റിസർച്ചും ഒരുപാട് ചെയ്യാറുണ്ട്. ഈവൻ പഠിക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. സംഗീതം 12th വരെ കർണാടക ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ചിരുന്നു. പിന്നെ കുറച്ച് നാളത് വിട്ടുപോയി. പക്ഷേ അപ്പോഴും ഞാൻ റിസർച്ച് എന്നൊരു സാധനം കൈവിട്ടിട്ടില്ലായിരുന്നു. എപ്പോഴും രാഗങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക, പുതിയ പാട്ടുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് തന്നെ, സംഗീതം ഒരിക്കലും വിടരുത്. അപ്പോൾ താങ്കളുടെ ഈ പറഞ്ഞ പഠനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, താങ്കളുടെ ഗുരുക്കളാണല്ലോ പി ഉണ്ണികൃഷ്ണൻ, പണ്ഡിറ്റ് രമേശ് നാരായൺ, അവരുമായിട്ടുള്ള ആ ഒരു പഠനം അത് എത്രത്തോളം സഹായിച്ചു, അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു? അയ്യോ, അത് ഓഫ് കോഴ്സ് അത് കാരണമാണ് ഒരുപാട് ബേസിക്സ് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ 2 ഫോംസ് ഓഫ് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെയും ഒരുപാട് ബേസിക്സ് എല്ലാം പഠിച്ചത് അവരുടെ ഗുരുമുഖത്ത് നിന്നാണ്. അപ്പോൾ ഉണ്ണി സാർ ഫോർ എക്സാമ്പിൾ, ഉണ്ണി സാറിൻ്റെ അവിടുന്ന് ഞാൻ കൂടുതലും കീർത്തനങ്ങളാണ് പഠിച്ചിട്ടുള്ളത്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഓരോ സംഗതിയും ശരിയാക്കുന്നവരെ അദ്ദേഹം പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ 2 സംഗതിയോ 3 സംഗതിയോ ഒക്കെ തന്നെ ആയിരിക്കും, അത്രയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അത്രയും പെർഫെക്ഷനോടുകൂടി അദ്ദേഹം പഠിപ്പിച്ചെടുത്തിട്ടേ അടുത്ത ഒരു കാര്യത്തിലോട്ട് പോവുള്ളൂ. അപ്പോൾ അതെൻ്റെ ഒരു പാട്ടിൽ ഞാൻ പ്രാവർത്തികമാക്കാറുണ്ട്. ആ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ പാടുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും, പാട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതിപ്പോൾ ടെക്നിക്കലായിക്കോട്ടെ അല്ലെങ്കിൽ സോൾ, അതിൻ്റെ പാട്ടിൻ്റെ ഒരു ലിറിക്സിന് ഭാവം കൊടുക്കുന്നതായിക്കോട്ടെ, എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് എല്ലാം ശരിയാക്കി പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അത് ഉണ്ണി സാറിൻ്റെ തന്നെ പഠിച്ചെടുത്ത ഒരു രീതിയാണ്. പിന്നെ രമേശ് നാരായൺ സാറായാലും ഇതുപോലെ തന്നെ ഒരുപാട് രാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അവിടുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹിന്ദുസ്ഥാനി. പിന്നെ അപ്പോൾ ഈ ഒരു ബേസിക്സ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു, അത് കാരണം പലപ്പോഴും പുതിയൊരു പാട്ട് കിട്ടുമ്പോഴും മനസ്സിലിങ്ങനെ നൊട്ടേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ പാടാൻ പറ്റും. ശരി, അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു സംഗീത യാത്രയിലുണ്ടല്ലോ, ഈ ക്രിട്ടിക്സ് അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനം, അത് ചെയ്തത് ശരിയാവണം, കുറച്ചുകൂടി ശരിയാക്കണം, അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഉപദേശിക്കാറുണ്ടോ? പിന്നെ അതൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും വളരെ കൺസ്ട്രക്റ്റീവായിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ ലുക്സിനെ കുറിച്ച് ഒരുപാട് വരാറുണ്ട്. ഇപ്പോൾ താടി വെച്ചാൽ ശരിയായില്ല, താടി വെക്കണം, താടി വെക്കരുത്, ഇങ്ങനെ അതും കുറേ വരാറുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, കേട്ടിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പാട്ടിനെ കുറിച്ചുള്ള എന്താ പറയണ്ടേ, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ എടുത്ത് ശരിയാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇനി വരുന്ന അല്ലെങ്കിൽ പുതിയ അപ്കമിങ് പ്രോജക്റ്റ് അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ ഉള്ളത് ഏതാണ്? പ്രോജക്ട്സ് ഇപ്പോൾ ബിഗ്ഗസ്റ്റ് വൺ ഈ ഉത്തം സിംഗ് സാറിൻ്റെ ആ ആൽബം തന്നെയാണ്. അപ്പോൾ അതോടെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അത് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് ബോംബെ വെച്ചായിരിക്കും റെക്കോർഡിംഗ് ഒക്കെ. അപ്പോൾ അത് വളരെ
എക്സൈറ്റിംഗ് ആയിട്ട്. പിന്നെ ഷോ ഒരെണ്ണം പുതിയത് വരുന്നുണ്ട് ഓഗസ്റ്റ് 1-ാം തീയതി തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൽ വെച്ച് എൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് നടത്തുന്നത് കേരള ഇൻ്റർനാഷണൽ സെൻറ്ററിൻ്റെ കൾച്ചറൽ ഫോറമായ ആവാസാണ്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തുള്ള പ്രേക്ഷകർ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും വരണം. അതാണ് ഇപ്പോൾ ഉള്ളതിൽ, അതാണിപ്പോൾ എനിക്ക് തോന്നുന്നത്, അതിനാണ് ഇപ്പോൾ ഏറ്റവും പ്രാക്ടീസ് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ, ഇംഗ്ലീഷ് ഭാഷയിൽ പാടാറുണ്ടോ? വളരെ കുറച്ച്, എന്നാലും പാടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അവിടെ അമേരിക്കയിലായപ്പോൾ ആയിരുന്നപ്പോൾ കുറച്ചൊക്കെ പാടിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പാട്ട് പാടോ? അടിക്കരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കുറച്ച് പാടാം. വളരെ